അപ്പോൾ ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ ബിഗ് ബോസിന്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ഒക്കെ നിങ്ങളെല്ലാം കണ്ടോണം. അടിപൊളി സൂപ്പർ, ഒന്നും പറയാനില്ല, കിടുക്കനായിട്ടുണ്ട്. ഫസ്റ്റ് കയറിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ കോമണർ അനീഷാണ്. പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തവരും അതിനപ്പുറത്തോട്ടും ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. കളി മാറും. 7ന്റെ പണി എന്ന് പറഞ്ഞാൽ അത് 7ന്റെ പണി തന്നെയാണ്. സൂപ്പറായിരിക്കും. ഇപ്പം തന്നെ ഫസ്റ്റ് ഗെയിമിൽ തന്നെ വിന്നായിട്ടുള്ളവർക്ക് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. പക്ഷെ അവരുടെ കയ്യിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാർ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരമൊക്കെ ഉണ്ട്. അപ്പം അതിന് മാക്സിമം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ബിന്നിയുടെ അടിച്ചു മാറ്റിയതായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും അകത്ത് നല്ല ഗെയിം പഠിച്ചിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പിന്നെ പണ്ടത്തെ പോലെ ഒരു കാർഡ് ഗെയിംസ് ഒന്നും നടക്കുന്ന പരിപാടിയില്ല എന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ ഈ ഫസ്റ്റ് കാണിച്ച അതേ ഊർജം ലാസ്റ്റ് വരെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, പൊളിയായിരിക്കും. എന്താണെങ്കിലും തുടങ്ങിയതേ ഉള്ളൂ, കളി കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കരുത്തുറ്റ ആൾക്കാരാണ് അകത്തുള്ളത്. നമുക്ക് കാണാം, പലരും പഠിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും നാളുണ്ടായിരുന്ന പോലെ ഒന്നുമല്ല, എന്ത് ഊഹാപോഹത്തിലൊന്നുമല്ല ആരും വന്നിരിക്കുന്നത്. പഠിച്ച് തന്നെ വന്നിരിക്കുകയാണ്. ഗെയിം ചെയ്യണം, വിൻ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം 1-2 പേരേ ഉള്ളൂ നമുക്ക് ഇപ്പം പുറത്താകാൻ സാധ്യതയെന്ന് പറയാൻ. അപ്പോൾ ഈ ഫസ്റ്റ് ആരായിരിക്കും ക്യാപ്റ്റൻ ആകുന്നതെന്നൊക്കെ പോകെ നമുക്കറിയാം. എന്താണെങ്കിലും അപ്പാര ഗെയിമാണ്. അതിലൊക്കെ ഉപരി ബിഗ് ബോസ് ഹൗസ് സൂപ്പറാണ് കാണാൻ. ഇത്രയും നാളുള്ളതിൽ വെച്ചിട്ട് കിടുക്കൻ. അകത്തെ മൊത്തം വർക്കുകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കണം, സൂപ്പറാണ്. ഈ വന്നിരിക്കുന്ന ഇത്രയും പേർക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? ഇതുവരെ ഉള്ളതുപോലെയല്ല. കാര്യം സ്റ്റാൻഡേർഡ് ഗെയിമേ ഇനിയും പറ്റുള്ളൂ, അല്ലാതുള്ള ഈ ഗെയിമൊന്നും നടക്കില്ല. പിന്നെ അതിലൊക്കെ ഉപരി നമ്മുടെ രേണുസുതി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ചേച്ചി വടി വെക്കുന്നിടത്ത് കുട വെക്കത്തില്ലെന്ന്. എത്തിയിട്ടുണ്ട് ആളുടെ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ട്, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല എന്നൊക്കെ. എങ്കിൽ അതൊക്കെ അവരുടെ ഒരു ഗെയിമിന്റെ ഭാഗമാണ് അല്ലേ? മിടിക്കുകയാണ് അവർ. ലാസ്റ്റ് വരെ പിടിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആൾക്കാർ വോട്ടൊരു വലിയ ഘടകമാണല്ലോ. എന്നാലും രേണുവിനും വോട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഈ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ കോമണർ ഒഴികെ ബാക്കി എല്ലാവരും ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. അതുകൊണ്ട് നല്ലൊരു ടൈറ്റ് ഗെയിം ആയിരിക്കും തീർച്ചയായിട്ടും നടക്കാൻ പോകുന്നത്. തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 2, 3, 4 ആദ്യത്തെ മാസം ഔട്ടാവുന്നവർക്ക് വലിയ സ്റ്റാർ വാല്യൂ ഒന്നും കിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തു പോയാൽ തന്നെയും ഇവരൊരു റേഞ്ചിലായിരിക്കും പുറത്തു പോകുന്നത്. ഈ പ്രാവശ്യം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇത്തിരി ക്ലാസ് കീപ്പ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. കുറച്ച് 1-2 പേരേ ഉള്ളൂ നമുക്ക് ഇവരേത് മേഖലയെന്ന് ചിന്തിക്കുന്നത്. പിന്നെ നമ്മുടെ കോമണർ അനീഷ് കളി പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പുള്ളി ഒത്തിരി ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിട്ട് ഗെയിം സ്റ്റാർട്ടിങ്ങിലെ ഗെയിം അനീഷ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്ക് വെറുപ്പാകുമോ എന്ന് ഒരു സംശയമുണ്ട്. മിക്കവാറും അതിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഗെയിമിന്റെ സ്റ്റാർട്ടിങ്, അത് വരുന്ന പോയിന്റിൽ തന്നെ ഗെയിം ചെയ്തിട്ടുള്ള പലരും കഴിഞ്ഞ ചരിത്രങ്ങളിലൊക്കെ പുറത്തായിട്ടുണ്ട്. കാര്യം വോട്ടിന്റെ കാര്യത്തിൽ പുറത്താവും. നമ്മുടെ ജനങ്ങൾക്കൊരു കാര്യമുണ്ട്, അവരങ്ങനെ തുടക്കത്തിലെ കളിയൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ എല്ലാവർക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ ഈ പ്രാവശ്യം ലാലേട്ടനെ സ്വാധീനിക്കാനൊന്നും ആരും ശ്രമിച്ചിട്ടില്ല. കാര്യം സ്ട്രെയിറ്റ് കളി ഈ പ്രാവശ്യം നടക്കാൻ കൂടുതൽ സാധ്യതയുള്ളൂ എന്ന് ആൾക്കാരിലൊരു ബോധം വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും 1ാമത് ഗെയിം പഠിച്ചിട്ടാണ് വരുന്നത്. 2ാമത് ഇവരെയൊക്കെ കുറെ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നിലവാരം കീപ്പ് ചെയ്തേ ഇവർക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഔട്ടാവും, എടുത്ത് പുറത്ത് കളയും, പൂച്ചക്കുട്ടി എടുത്ത് കളയുന്ന പോലെ കളയുമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ലാലേട്ടൻ പറയുന്ന പോലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് പൊളിയായിരിക്കും. എന്താണെങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല. ഈ എൻട്രി തന്നെ കണ്ടില്ലേ? എൻട്രി ഗെയിമും എൻട്രിയും ഒക്കെ സൂപ്പറാണ്. എല്ലാവരുടെയും വരവും ഒക്കെ കിടുക്കനായിട്ടുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരും നമുക്കറിയുന്നവരും ഒക്കെ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനൊരു സംതിങ് സ്പെഷ്യൽ ആണെന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ജെന്യുവനായിട്ട് കളിക്കുന്നവർക്ക് തന്നെ കപ്പ് നേടി എടുക്കണം എന്നുള്ളതാണ്. നമുക്കല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ളവരുണ്ട് എന്ന് കരുതി അങ്ങനെയല്ല. ആരാണോ ജെന്യുവനായിട്ട് കളിക്കാൻ സാധ്യതയുള്ളവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെയും പറയുന്നു, കോമണർ പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം നല്ല രീതിയിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കോമണർ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കോമണറാണ് ഫസ്റ്റ് അകത്ത് കയറിയത്. പിന്നീട് അനുവാണ് വന്നത്. അനുവിനെ അറിയില്ല നിങ്ങളെ. ഈ കോമണർക്ക് അനുവൊക്കെ ഈ ബിഗ് ബോസിന് മാസങ്ങൾക്ക് മുമ്പേ അനു ഉണ്ട് എന്നറിയാവുന്നതാണ്. അപ്പൊ ഇവരൊക്കെ ആരൊക്കെയാണെന്ന് ഇവരൊന്ന് സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അയാളുടെ ഗെയിമാണ് വന്നപ്പോൾ തന്നെ
അറിയില്ല. അറിയും. അതിൽ തന്നെയല്ല വന്നവരെ എല്ലാം ആര്യനെ കൊണ്ട് പറഞ്ഞു ഏത് സിനിമയിൽ എനിക്കറിയില്ല, കോമണർ പറയുന്നുണ്ട്, ആരെയും അറിയില്ല. പിന്നെ നേരിൽ കാണാൻ അത്ര പോരാ എന്ന് അനുവിനോട് പറയുന്നുണ്ട്. അപ്പം കോമണർ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈ മുൻപിലുള്ള റെഡിയാകല് ആളിനെ ജനങ്ങൾ താഴെ ഇറക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തുടർന്നുള്ള ഗെയിമിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ചിലപ്പം ജനങ്ങൾ അദ്ദേഹം ഗെയിം തുടങ്ങിയതാണ് എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നോ ഇഷ്യൂ. മറിച്ച് പണ്ടത്തെ അതേ മൈൻഡിൽ തന്നെയാണ് കാണുന്നതെങ്കിൽ ഐ എം ഷുവർ കോമണർ ഒന്നെങ്കിൽ വേഗത്തിൽ പുറത്താവും, അല്ലെങ്കിൽ അയാൾക്കൊരു കൺസിസ്റ്റൻസി ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ഗെയിം വെച്ചിട്ട് നമുക്ക് അതേ പറയാനുള്ളൂ. ബിൻസിയുടെതൊക്കെ ആൾക്കാർ തട്ടിയെടുക്കുന്നുണ്ട് സ്റ്റാർ. കാര്യം ഇവർക്ക് കിട്ടിയ സ്റ്റാർ കീപ്പ് ചെയ്തില്ലെങ്കിൽ, സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഇത് പോകും. പിന്നെ ഇവർ കൊണ്ടുവന്ന ഡ്രസ്സൊന്നും കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഗെയിമൊക്കെ വിൻ ചെയ്യണം. മൊത്തത്തിൽ ആദ്യമേ ടൈറ്റ് ആവുകയാണ്. പക്ഷേ കഴിഞ്ഞുള്ള ഒരു ബിഗ് ബോസിലും ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ടൈറ്റ് ആകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. കുറച്ചൊന്ന് മൂവ് ആയി കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കളി സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടായി. ഇതേ ഊർജവും ആർജവും ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു ഗെയിം ആയിരിക്കും നമുക്ക് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ കാണാൻ കഴിയുന്നത്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ അദ്ദേഹത്തിനും കഴിയണം, അവരുടെ ടീമിനും പറ്റണം, ബിഗ് ബോസിനും പറ്റണം, അല്ലെ? ഇപ്രാവശ്യത്തെ നമ്മൾ ബിഗ് ബോസിന്റെ സൗണ്ടും വ്യത്യസ്തമാണ്. കഴിഞ്ഞ പ്രാവശ്യമുള്ള ആ വോയിസ് അല്ല നമ്മളിപ്പം ബിഗ് ബോസിൽ കേൾക്കുന്നത്. മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട്. ഒരു പെയിന്റിങ്, കളർ, ജയില്, റൂം, കിച്ചൺ എല്ലാത്തിലും വ്യത്യാസമുണ്ട്. എല്ലാം ക്ലാസ്സാണ്, അടിപൊളിയായിട്ടാണ്. എന്താണെങ്കിലും നാളെ മുതലുള്ള ഗെയിമുകൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഗെയിമുകൾ നാളെ മുതൽ തന്നെ ഓൾറെഡി ഇന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തുടക്കം അങ്ങനെയൊന്നുമില്ല. വന്നപ്പോഴേ എല്ലാവരും ഫുഡ് അടിക്കാനൊക്കെ തുടങ്ങി. എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഈ രേണുസുതി അടക്കം, രേണുസുതിക്ക് ഉള്ള എടുത്തുചാട്ടങ്ങളോ വാക്കിലെ അപക്വമായ രീതികളോ ഒന്നും ഇന്ന് ബിഗ് ബോസിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ലാലേട്ടൻ്റെ അടുക്ക് പക്വതയോടെ ബിഹേവ് ചെയ്യാൻ രേണുസുതി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇൻക്ലൂഡിങ് രേണുസുതി വരെ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് ഗെയിം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. അത് ഗെയിമിനെ ഒന്നുകൂടി സ്ട്രോങ് ആക്കും, അല്ലെങ്കിൽ ആ ഈ ബിഗ് ബോസിന്റെ പോക്കിനെ. കാര്യം നമ്മൾ ചില റേഞ്ച് ഇട്ട് മാർക്കിട്ടിട്ടാണ് നമ്മൾ കയറ്റുന്നത്, അല്ലെ? രേണുസുതിയിൽ നിന്നൊക്കെ നമ്മൾ ചിലത് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്നത്തെ ലാലേട്ടനോടുള്ള ഒരു ബിഹേവും കാര്യങ്ങളിലും ഒക്കെ ഒരു മിതത്വം, അച്ചടക്കം അവർ പാലിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് അവർ ഗെയിമിൽ കാണിക്കുകയാണെങ്കിൽ, ഗെയിമിനും ഇടിക്കുകയാണ് രേണുവിനെ അറിയാം അതെങ്ങനെ കളിക്കണമെന്ന്. പക്ഷേ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് അവിടെ എത്തണം എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ജിൻഡോയുടെ കാര്യം വെച്ചറിയാലോ. ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ഡിസർവിങ് ആണോ? അല്ല. അതിലും കഴിവുള്ളവരൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ അങ്ങ് വരെ എത്തിച്ചത് ജനങ്ങളാണ്. കാര്യം ജിൻഡോ അവിടെ പക്ക ഗെയിമാണ് കളിച്ചത്. അന്ന് ഗെയിം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ളവരില്ലാത്തത് കൊണ്ടാണ് ജിൻഡോയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കളി പഠിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. അവർ കളി പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് പോകാൻ കണ്ടറിയാം. നിങ്ങളുടെ കൂടെ തന്നെ വളരെ ഒത്തിരി പ്രതീക്ഷകളും അല്ലെങ്കിൽ കണ്ടെത്തലുകളൊക്കെ ഇപ്രാവശ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടുകൂടിയാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത്. എന്താണെങ്കിലും ബിഗ് ബോസിന്റെ റിവ്യൂ പറയുമെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയ സമയത്ത് തന്നെ ഈ റിവ്യൂ ഈ വളരെ ലൈറ്റ് നൈറ്റിലും ഞാൻ എടുത്തത്. അപ്പം തുടർന്ന് നമുക്ക് ഒരുമിച്ച് കാണാം, അല്ലേ? ആര് കപ്പ് കൊണ്ടുപോകും നമുക്കൊരു പകുതി വെച്ച് തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ ജനങ്ങളുടെ മനസ്സിൽ വെച്ച് കാണുന്ന ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇപ്പൊ തന്നെ നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇല്ലാത്ത എത്രയോ പേര് ഇപ്പം ബിഗ് ബോസിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഒരു 50-50 ആയിരുന്നു. നമ്മൾ എല്ലാവരും പറയും രേണു വരുമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 50-50 മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറയാം, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും വന്നിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ഉശിരൻ കളി കളിക്കാൻ ശാരീരികമുണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. കാര്യം അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടെങ്കിൽ അതിനൊരു ചൂടും ചൂരും ഒക്കെ കൂടത്തുള്ളൂ. അപ്പം തുടർന്നുള്ള ഗെയിമുകൾ നമുക്ക് കാണാം. ആരൊക്കെ എങ്ങനെ സ്വന്തം ഐഡന്റിറ്റി വിട്ട് നിൽക്കില്ല എന്ന് ഇവർ പറയുന്നു. ഐഡന്റിറ്റി വിട്ട് ഇവർ കളിച്ചാൽ ഇവർ പുറത്താക്കാൻ സാധ്യത കൂടുതലാണ്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ തീരുമാനം തന്നെ അതാണെന്നാണ് പുറത്തറിയുന്നത്. എല്ലാം പ്രാവർത്തികമാക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണേലും ബിഗ് ബോസ് ഈ പ്രാവശ്യം കുറച്ച് ക്വാളിറ്റി കീപ്പ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു വെറുപ്പ് ഈ പ്രാവശ്യം മാറ്റിയെടുക്കുമെന്നാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? കാരണം ലാലേട്ടനൊക്കെ തിരിച്ച് ബിഗ് ബോസിന്റെ പിന്നെ ഒരിക്കലും ലാലേട്ടൻ ഇനിയും ബിഗ് ബോസിന്റെ ഒരു ഹെഡായിട്ട് വരുമെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല.
അവിടുന്ന് ലാലേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങളോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില കോൺട്രിബ്യൂഷനും ഇതിലുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് നാളെ കാണാം. കൂടുതൽ വിവരങ്ങളുമായി നാളെ എത്തും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ലക്ഷ്മി.